ഗൈസ് ഒത്തിരി നാളുകൾക്ക് ശേഷം നമ്മുടെ ഫ്രീ ഫയറിൻ്റെ പുതിയൊരു വീഡിയോ. അപ്പോൾ ഗൈസ് ഇസ്മി അരോൺ ഡാഷ് ഗൈസ് നമ്മളപ്പോൾ ഒത്തിരി നാളുകളായി ഈ പുതിയ അപ്ഡേഷൻ കയറി. അപ്പോൾ നമ്മളിന്ന് ഫ്രീ ഫയർ കളിക്കാൻ പോവാണ് ഗൈസ്. ഫ്രീ ഫയറിനകത്ത് ഇപ്പോൾ പുതിയ ബണ്ടിൽ ഇതെല്ലാം വന്നിട്ടുണ്ട് ഗൈസ്. ഇത് ബണ്ടിലല്ല, ഫ്രീ ഫയറിനകത്ത് പുതിയ വന്ന ബണ്ടിൽ ഇപ്പോൾ കളിക്കും. ഇതാണ് ഗൈസ് ഇപ്പോൾ ഫ്രീ ഫയറിനകത്ത് പുതിയ വന്ന ബണ്ടിൽ. നമ്മൾ പക്ഷേ ഈ ബണ്ടിലൊന്നും അല്ല ഇടും, നമ്മൾ ഇതേണ്ട ഇതൊരു കോസ്റ്റ്യൂമാണ് ഗൈസ്. നമുക്കിപ്പം CS-നകത്തെല്ലാം പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പം ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറയുക ഗൈസ്, എല്ലാവർക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ ലൈക്ക് വീഡിയോ പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കിപ്പം 347 എങ്ങാണ്ടായി ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വേണം 500 സബ്സ്ക്രൈബേഴ്സ് എത്തുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഗെയിം ഏത് ഗെയിമാണെന്ന് ഞാൻ കളിക്കുന്നത് 500 സബ്സ്ക്രൈബേഴ്സ് എത്താനായി 1K ആവുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിൻ്റെ നമ്മൾ പ്ലേ സ്റ്റേഷൻ ചിലപ്പോൾ വാങ്ങിക്കും. 1,00,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ നമ്മൾ പ്ലേ സ്റ്റേഷൻ വാങ്ങിക്കും ഗൈസ്. 1K ആകുമ്പോഴത്തേക്കും 1,00,000 അല്ല 1K ആകുമ്പോഴത്തേക്കും ഗൈസ്. നമ്മുടെ ന്യൂ ഇയറിൻ്റെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഇവൻ്റാണ് ഗൈസ്. അപ്പം 2026 തുടങ്ങി. അതിൻ്റെയും ഒരു 2026 തുടങ്ങിയെങ്കിലും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഞാൻ അപ്പോൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു ഗൈസ്, അമ്മ വീട്ടിലായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഹീറോയ്ക്ക് അടിച്ച് പുതിയ എനിക്ക് പിന്നെ ഇതും നേരത്തെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ 2 പ്രാവശ്യം ഹീറോയ്ക്ക് അടിക്കുവാണെങ്കിൽ 2025 ഇത് കിട്ടും ഗൈസ്. 2026 എനിക്കായിട്ടില്ല. പിന്നെ ഇപ്പം ഇത് മറ്റേ പെർമനൻറ്റ് കിട്ടിയതാണ് ഗൈസ്. ഇതെല്ലാം പെർമനൻ്റ് ആണ്. ഇത് മറ്റേ CS ഇതടിക്കുമ്പോൾ കിട്ടുന്നതാണ് ഗൈസ്. എന്നായിരുന്നു നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇതിപ്പം നമുക്ക് കുറേ ഫ്രണ്ട് ഉണ്ട് ഗൈസ്. നമുക്ക് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഡയമണ്ട് ഒന്നും ചെയ്തില്ല. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ട് എനിക്ക് വേണ്ടി ഡയമണ്ട് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അയച്ചു തരുവാണ്. ഡയമണ്ട് അല്ല, അവൻ എന്നോട് പറഞ്ഞത് ഇതിനകത്ത് ഇതാണ് ഇതിനകത്ത് ഈ ബണ്ടിൽ ഇവൻ പോട്ടെ ഈ ബണ്ടിലും എല്ലാം അയച്ചു തരുമെന്ന് പറയാം. ഇത് ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ കുറേ ബണ്ടിൽ അതായത് ഇതോ ഇല്ല വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. ഏതായിരുന്നു വേറെ ഒരു മിനിറ്റ് ഞാൻ തപ്പട്ടെ. ഇവിടെ ഒരു ബണ്ടിൽ ഇതായിരുന്നു. ഇതോ ഇല്ലേ ഡയമണ്ട് വേണം ഈ ബണ്ടില് അല്ല, നമ്മളിപ്പോൾ ഒരു ടൈഗറിൻ്റെ ബണ്ടിൽ കണ്ടില്ലേ, ഇതും അങ്ങാണ്ടായിരുന്നു ഐശ്വര്യാന്ന് പറഞ്ഞ. ഞാൻ അവനോട് പറഞ്ഞ ബണ്ടിൽ അയച്ചു തന്നില്ലായിരുന്നു, നീ ഒരു ബ്ലൂ വാളിൻ്റെ സ്കിന്നും ഫിസ്റ്റും അയച്ചു തരാനായിട്ടാണ് പറഞ്ഞത്. ബ്ലൂ വാളിൻ്റെ കാണുന്ന സ്കിന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്നും ഏതായാലും അവൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഫിസ്റ്റ് നോക്കട്ടെ ഒരു മിനിറ്റ്. ഫിഷ് കുറേ ഫിഷുണ്ട്. ഞാൻ അവനോട് നല്ല ഫിസ്റ്റ് നോക്കി ഫിഷിൻ്റെ കാര്യം പറയാം. അയച്ചു തരുവാണെന്നല്ലേ ഒരു മിനിറ്റ് ഗൈസ്. നമുക്ക് നിലവിലുള്ള ഗുവാളിൻ്റെ സ്കിൻ ഇതാണ് ഗൈസ്. പിന്നെ ഫിസ്റ്റ് ഇതന്നെ ഇത് സോഡല്ലേ, ഫിസ്റ്റ് അല്ലല്ലോ. മാപ്പ് രൂപയുടെ ഇതാണ് രണ്ടിൻ്റെ സ്കിൻസാണ് ഇത്ര എണ്ണം. ഗ്ലൂവാൾ സ്റ്റാർട്ടിങ് ഉണ്ടോ 399 രൂപ 399 ഡയമണ്ട് കേട്ടായിരുന്നു ഗൈസ്.
ആ ഗൈസ്, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ കഴിഞ്ഞ ഞാൻ എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോ ക്രിസ്മസ് അവധിക്കായിരുന്നു. അതൊരു 2 ഓസ്കാറിന് വാങ്ങിക്കുന്നതാണ് ഗൈസ്. അപ്പം ഒരു കുഴപ്പം, നിങ്ങൾ ഈ തെറ്റ് ഇനി ചെയ്യാതിരിക്കുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെങ്ങനെ ഇനി ഓസ്കാറിനെ വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ ടാങ്കിനകത്ത് ഒരിക്കലും എന്നാ വന്നാലും ഉപ്പിടല്ലേ. ഉപ്പിട്ട് കഴുകിയിട്ട് കഴുകാൻ നേരത്ത് ഇച്ചിരി ഉപ്പിട്ടാലും കുറേ അത് നല്ലതായിട്ട് കഴുകി അന്നേരം അപ്പം തന്നെ കളയണം ഗൈസ്. അതിൻ്റെ ശകലം ഉപ്പിൻ്റെ ചെങ്ങാനും കിടന്നാൽ മീൻ ചത്തുപോയി ഗൈസ്, ചത്തുപോകും. എൻ്റെ 2 ഒരു ഫയർ റെഡ് ഓസ്കാറും ഒരു ബ്ലാക്ക് ടൈഗർ ഓസ്കാറും ചത്തുപോയി ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇനി ഇങ്ങനെ തെറ്റ് സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഒരു കാരണവശാലും ഉപ്പിടല്ലേ ഗൈസ്. ഉപ്പിട്ട മീൻ അപ്പം സ്പോട്ടിൽ ചത്തുപോയി ഗൈസ്. അത്രേ ഉള്ളൂ പറയാനായിട്ട് ഗൈസ്. ഞാൻ ഒത്തിരി നാൾ നിന്ന് വാങ്ങിച്ചൊരു 2 ഓസ്കാറായിരുന്നു ഗൈസ്. അപ്പോൾ ആ ഓസ്കാർ വായിച്ച് നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അടുത്ത ഇനി വരുന്ന വീഡിയോ എന്താണെന്നറിയോ ഗൈസ്, നമ്മളൊരു റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ വാങ്ങിക്കാൻ പോകണം ഗൈസ്. അപ്പം റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെ വേണോ അതോ നോർമൽ ക്യാറ്റ് ഫിഷിനെ വേണോ എന്ന് ഈ വീഡിയോയിൽ തന്നെ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് ഉള്ള ഫിഷ് നമ്മൾ വാങ്ങിക്കുന്ന 3 ഇതുണ്ട് ഗൈസ്. 3 എണ്ണം വെക്കാം. 1 റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ്, 2 നോർമൽ ക്യാറ്റ് ഫിഷ്, 3-മത്തെ ക്യാറ്റ് ഫിഷ് അല്ല, 3-മത്തേത് ഒരു ഇത് എന്നാ ഒരു മീഡിയം സൈസ് വരുന്ന ഒരു ഇത് എന്നാ അതിൻ്റെ പേര് മറന്നു പോയിട്ടോ. കുഞ്ഞൊരു അലിഗേറ്ററിൻ്റെ കുഞ്ഞോ ഇല്ല അരാപ്പൈമയുടെ കുഞ്ഞോ, ഇതിലേതിനേലും വാങ്ങിക്കുന്നതായിരിക്കും ഗൈസ്. എന്നാണേലും ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടുന്ന മീൻ എൻ്റെ ഒരു ഇത് ഞാൻ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിന് വാങ്ങിക്കാനായിരുന്നു. നിങ്ങളെ ഒരു ഇതും കൂടി പറഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പം നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്നതാണ്. ഞാനിപ്പോൾ ഗിൽഡിലൊന്നുമില്ല. ഞാനൊരു ഗിൽഡി ഉണ്ടായിരുന്നു. ആ ഗിൽഡി ഇപ്പോൾ എല്ലാവരും അവരുടെ അക്കൗണ്ടെല്ലാം വിറ്റ് എല്ലാവരും ഓരോ ആൾക്കാർക്കെല്ലാം വിറ്റതുകൊണ്ട് ഇപ്പോൾ ആരും കളിക്കാനായിട്ടില്ല ഗൈസ് ഗിൽഡി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആ ഗിൽഡിയിൽ നിന്ന് ലെഫ്റ്റായി. നിങ്ങൾ ഏതെങ്കിലും ഗിൽഡി കണ്ടാൽ നിങ്ങളിപ്പോൾ എൻ്റെ പേര് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എൻ്റെ പേര്, Aaron4843B ആണ് ഗൈസ്. ഇതാണ് എൻ്റെ പേര്. ഈ ടൈപ്പ് ചെയ്തിട്ട് തന്നെ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് ഒരു മെസ്സേജ് കൂടെ ഇടണം ഗൈസ്. ഫ്രീ ഫയറിനകത്ത് ഇതാണ് മെസ്സേജ് ബോക്സ്. അതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്താണെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ നിങ്ങൾ ഗിൽഡിൽ കയറിക്കോളാം ഗൈസ്. ഒരു ഗിൽഡിന് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ കുറേ നേരം നമുക്കിനി ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഇപ്പോൾ ഫസ്റ്റ് CS ആണ് തുടങ്ങിയത് ഗൈസ്. അപ്പം പിന്നെ പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മുടെ സാഹിത്യത്തിൽ ഗൈസ് ഈ പടക്കം മുന്നേ 2026 അപ്ഡേഷനാണ് ഗൈസ്. അപ്പോൾ ഈ വരുന്ന 14-ാം തീയതി ജുജുട്സു കൈസൻ ഇവൻറ്റ് വരാൻ പോവാണ് ഗൈസ്. ഞാൻ എന്താണേലും 14-ാം തീയതി എന്നെ പറ്റിയാലും ഞാൻ ഇതിടും ഗൈസ്. ഇത് സ്കൂളുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നാണെങ്കിലും ഞാൻ ഇതിടും ഗൈസ്. വീഡിയോ ഇടും ഉറപ്പാന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഗൈസ്. 14-ാം തീയതി വീഡിയോ ഇടും. 14-ാം തീയതി വീഡിയോ കാണാൻ നിങ്ങളാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഐ ലവ് ഫ്രീ ഫയറിനെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അന്നേ 14-ാം തീയതി ജുജുട്സു കൈസൻ ആനിമയാണ്. അതിൻ്റെ അപ്ഡേഷൻ അന്ന് തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ചെന്ന് ഐ ലവ് ഫ്രീ ഫയർ എന്ന് കമൻറ്റ് ചെയ്താൽ ഒരു 500 കമൻറ്റെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ജുജുട്സു കൈസൻ്റെ ഇവൻറ്റ് കളിക്കുന്നതായിരിക്കും. നമ്മുടെ ടീമിൽ എല്ലാവരും ഞാനെങ്ങനെയാണ് പുതിയ ഇവൻറ്റ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രീ ഫയറിനൊക്കെ യൂട്യൂബിൽ ചാനലുണ്ട് ഗൈസ്. യൂട്യൂബ് ചാനൽ ആയിട്ടുണ്ട് ഗൈസ്. അയ്യടാ അവനെ യൂട്യൂബ് ചാനൽ ഫ്രീ ഫയറിന് എന്താണെന്നാണ് ഗൈസ് ഞാൻ അറിഞ്ഞത്. ഞാനിപ്പം ഫ്രീ ഫയർ കളിക്കുന്ന ഗൈസ്. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രീ ഫയർ ഫ്രീ ഫയർ പ്ലേയേഴ്സിന് 1 വർഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് ഡയമണ്ട് കൊടുക്കുമെന്നൊക്കെ അറിഞ്ഞു ഗൈസ്.
ഒരു വർഷം ഞാനിപ്പം ഇപ്പം 5 മാസം ആകാറായി ഗൈസ്. ഈ ഡിസംബർ കഴിഞ്ഞപ്പോഴത്തേക്ക് 5 മാസമായി ഗൈസ്. ഗൈസ് അപ്പം നമ്മൾ പുതിയ അപ്ഡേറ്റ്സിൽ ഇങ്ങനെ നമുക്ക് പാരഫില്ല് പോലെ പാരഫില്ലിൽ ചുറ്റിയായിട്ട് അടിച്ചാണ്. പാരഫില്ലിന് നല്ല ബുള്ളറ്റ് പവർ ഡാമേജ് വരും ഗൈസ്. അപ്പം ചുറ്റിയായിട്ടടിച്ച് ഇത് നമുക്ക് അടുത്ത പ്രാവശ്യം പാരഫില്ല് അടിക്കുക ഗൈസ്. ഗൈസ് ഏതോ പൊട്ടർ ചെയ്യാത്തൊരു പാട്ട് പാടുന്നുണ്ട് ഗൈസ്, മൂളിപ്പാട്ട്. ഇത് നമ്മൾ കോസ്റ്റ്യൂം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പക്ഷേ ആ കള്ള നമ്മളിപ്പോൾ ഒരുത്തരെ കണ്ടില്ല. രണ്ടുപേരും അയ്യോ ഗൈസ് തുമ്മല്. അയ്യോ റിവൈവ് ചെയ്യാ. പറ്റത്തില്ല അടിച്ചിട്ട് ഇതൊന്നും മിഡ് എടുക്കാൻ പോലും സമയം തന്നില്ല ഗൈസ്. കള്ളം വേണ്ടി ഇപ്പം കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ എടുക്കാൻ പിന്നെ നോക്കിയിരുന്നു. ഇപ്പം നിനക്ക് ഒരു സമയം വണ്ണ വെച്ച് കൊടുക്കാം. പിന്നെ അവിടെ പണിയൊന്നുമില്ല. നമ്മളിവിടുന്ന് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് വന്ന് കിട്ടുമെന്ന് അവനും കഴിച്ചു കൊടുക്കും. അവിടെ പണിയില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ഫയറിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗണ്ണാണ് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ കുറച്ച് മുന്നേ കമൻറ്റ് ചെയ്ത് മാർക്കുണ്ട് ഗൈസ്. യൂസ് ഗൈസ് എൻ്റെ ഇതിടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. ഞാൻ ഉറപ്പായിട്ടില്ല ഗൈസ്. അയ്യോ ഗൈസ് നമ്മളെ ഒരു പെണ്ണങ്ങോട്ട് പോയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ടീമിലുള്ള അവളടിച്ചിട്ട് പോയി. അയ്യോ ഗൈസ് എന്നാ അവളൊന്ന് റിവൈവ് ചെയ്യുന്ന കൊള്ളാം. ഇന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് പൊട്ടി. ഗൈസ് നമ്മളിപ്പോൾ മടിയാവും. അയ്യോ പെണ്ണല്ലേ, ഏതോ ആണാ ചോദിച്ചത്. ആ പെണ്ണാണ്ട് ചത്ത് കിടക്കുന്നു. അപ്പം അതേതോ ആണാ. ഗൈസ് നമ്മൾ വടിയായി. പക്ഷെ ഈ വഴി കൂടെ കടന്ന് താഴോട്ട് ഇറങ്ങി വഴിയായി ഗൈസ്. ഈ മാങ്ങാണ്ടിയാണ് നമ്മളെ കൊന്നത്. കത്തി അതെങ്ങനെയാണെന്നെ ശരിയാവും. അവിടെ ഏത് വട്ടറാണ് ഈ കിടന്ന് കാണിച്ചത് ഗൈസ്? ഏതോ വട്ടം കിടന്ന് കാണുന്നുണ്ട് ഗൈസ് ഇതിനകത്ത്. നമ്മളെ ഹീറോയ്ക്ക് അവന്മാർ ഇത് ഡയമണ്ടും ആണല്ലോ, ഡയമണ്ട് 5 സ്റ്റാർ. എന്താ മാറിയെന്നു ഇപ്പം തരും. പക്ഷെ അവന്മാർക്ക് ഇനി ലൂട്ടും കൂടെ കൊടുക്കാത്തതിൻ്റെ കുഴപ്പം എല്ലാം തികഞ്ഞിരിക്കുക ബാക്കി. പക്ഷെ ഷോർട്ട് ഗണ്ണായിട്ടൊന്നും ഇല്ല ഗൈസ്, അതാ കുഴപ്പം. ഷോർട്ട് ഗണ്ണല്ലാണ്ട് നമ്മൾ സെറ്റാക്കിയേ. നമുക്ക് നേരെ ഇവിടെ ഇങ്ങനെ കയറിയിട്ട് അയ്യോ പൊട്ട എന്നെ കൊന്നു ഗൈസ്. Guys, 1, 2, 5. ഇനി 2 പേരും കൂടെ ഉള്ളു. അവരുടെ ടീം 3 പേരുണ്ടായിരുന്നു. 2v3
ഇപ്പൊ 1v3 ആവും ഗൈസ്, ഉറപ്പ് 1v3. ആ ഇവനും ചത്തു. ഇവിടെ പൊട്ട അതൊക്കെ പൊളിയടാ ഗൈസ്. ഏത് ഊളനാണ് ഈ കളിക്ക്? മലയാളം ഒന്നുമല്ല. ആ ആ സോണിന് അണ്ണാക്കിലോട് കളിക്കുന്നത് പോളാ മണ്ട മോണ്ടങ്ങളാക്കിന് അടിച്ച് കാറ്റിക്കളയാനായിട്ട് പോയത്. ആ എങ്ങനെ ഇരിക്കുന്നു? അവനും ചത്തു. ഏസ് ഒരു ഷോർട്ട് ഗൺ ഉണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഗൺ ഉണ്ടായിരുന്നു, നമുക്ക് സെറ്റാക്കാം. പക്ഷേ മറ്റേ എല്ലാം മടുപ്പ് ഷോട്ടാണ്. ഒരു കാര്യമില്ല, ഒരു പാരഫില്ലും ഒരു ഇതും എടുക്കാൻ. ഓ ഇതൊരു അടി. അതാരാ വാങ്ങിച്ചു കൊടുത്തത്? ഞാനൊന്നുമല്ല വാങ്ങിച്ചു കൊടുത്തത്. അവിടെ ഇതിൻ്റെ കേസ് ഏതോ ഒരു വട്ടൻ ഊളം കിടന്ന് കാറുന്നുണ്ട് കേസ്. അവൻ്റെ പറയുന്നില്ലായിരുന്നു. ചിക്കാഗോ ആ ചക്ക മാറിയിരിക്കും അങ്ങോട്ട്. കണ്ടോ ഈ ചക്കയൊക്കെ കാരണം എനിക്ക് തടി കിട്ടും. ആ ചക്കകൾ കേസ് അവിടെ ചക്ക 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 ഇങ്ങനെയൊക്കെയാണ് കേസ് പറയുന്നത്. ആ ചക്കച്ചീനെ വെട്ടി വിടാനെയും. ആ എടാ അവിടെ പൊട്ടനാണോ ഇവൻ? ആ സ്പോട്ടിൽ ഗണ്ണെടുത്ത് അടിക്കാനായിട്ടുള്ള ഊളൻ. അയ്യോ ഈ കളി ജയിക്കണേ, ഈ കളി ജയിച്ചില്ലേ നമ്മൾ പൊട്ടി പാളും കേസ്. ഉള്ളു പാളും. അടിയടാ അടിയടാ അവിടെ പാടിക്കുന്നു. ആരും അടിക്കുന്നേ ഒരു മിനിറ്റ്. ഇതെൻ്റെ ചേട്ടന്മാരല്ലേ കേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേസ്. ബൈ.